ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് മാരത്തോൺ MCQ പാർട്ട് 3 ബേസ്ഡ് ഓൺ ദ ടോപ്പിക് മൊഡ്യൂൾ 6 ആണ്. അപ്പോൾ എവിടെയാണ് പാർട്ട് 2? എവിടെയാണ്? നമ്മുടെ ചാനൽ തന്നെയുണ്ട്. പാർട്ട് 1 എവിടെയാണ്? നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഓരോ പാർട്ടിലും നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ 5 പാർട്ട്, അതായത് ടോട്ടൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു മൊഡ്യൂളിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. 21ാമത്തെ ചോദ്യം. എ സൈക്ലോ കൺവേർട്ടർ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് ഓപ്ഷൻ എ DC to AC, ഓപ്ഷൻ ബി AC to DC, ഓപ്ഷൻ സി AC to AC, ഓപ്ഷൻ ഡി AC to AC. അപ്പോൾ ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? എ സൈക്ലോ കൺവേർട്ടർ എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് കോമൺലി യൂസ്ഡ് ടു കൺവേർട്ട് ഓപ്ഷൻ സി AC to AC. സൈക്ലോ കൺവേർട്ടർ കൺവേർട്ട് ഫിക്സ്ഡ് AC frequency to a variable lower AC frequency without a DC link. So the right answer is option C. Okay. അടുത്ത ചോദ്യം 22ാമത്തെ ചോദ്യം. The output frequency of a cycloconverter is generally equal to input frequency. Option B greater than input frequency. Option C half of the input frequency. ഓപ്ഷൻ ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻപുട്ട് ഫ്രീക്വൻസി. സൈക്ലോ കൺവേർട്ടർ എന്ന് വരുന്ന രണ്ടാമത്തെ ചോദ്യം അല്ലെ. ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? ഔട്ട്പുട്ട് ഫ്രീക്വൻസി. സൈക്ലോ കൺവേർട്ടറിന്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഏതാണ്? വേഗം പറയൂ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻപുട്ട് ഫ്രീക്വൻസി. സൈക്ലോ കൺവേർട്ടേഴ്സ് പ്രൊഡ്യൂസ് സബ് മൾട്ടിപ്പിൾ ഫ്രീക്വൻസീസ് ഓഫ് ദ ഇൻപുട്ട്. സോ ഇറ്റ് ഈസ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻപുട്ട് ഫ്രീക്വൻസി. അടുത്ത ചോദ്യം. A 50 Hz input cycloconverter can produce which of the following output frequencies എന്നുള്ളതാണ്. നമുക്ക് അറിയാം ഇതൊരു ഇൻപുട്ട് ഫ്രീക്വൻസി തന്നിരിക്കുന്നത് 50 Hz ആണ്. അപ്പോൾ ഇതിനേക്കാളും താഴെ ആയിരിക്കും. കാരണം it will be provide the lower output frequency എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. 50 Hz input cycloconverter can produce which of the following output frequencies? 75 ആണോ? ആണോ? അല്ല. 50 Hz ആണോ? ആണോ? അല്ല. ഓപ്ഷൻ ഡി 100 Hz ആണോ? ആണോ? അല്ല. The right answer is option C ആണ് മക്കളെ. 25 Hz ആണ്. സൈക്ലോ കൺവേർട്ടർ ഔട്ട്പുട്ട്സ് ആ ലോവർ ഫ്രീക്വൻസീസ് ആണ്. അതെങ്ങനെയാണ്? എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ 25 Hz, 16.67 Hz അങ്ങനെയായിരിക്കും അതിന്റെ ഔട്ട്പുട്ടുകൾ വരുന്നുണ്ടാവുക കേട്ടോ. അതായത് ഇനി ഓർത്തു വെക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. Cycloconverter's output frequency is generally lower than the input frequency എന്ന് നമ്മൾ പറഞ്ഞു. It is typically limited to the fraction of the input frequency എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കുക. It is typically limited to the fraction of the input frequency എന്നുള്ളതാണ്. അപ്പോൾ 50 Hz ആണ് ഇവിടെ ഇൻപുട്ട് സൈക്ലോ കൺവേർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? It should be fraction of the input frequency. So it will be 25 Hz or 16.67 Hz. ഓക്കെ അല്ലേ മക്കളെ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 24ാമത്തെ ചോദ്യം. എ കൺട്രോൾ ടെക്നിക് യൂസ്ഡ് ഇൻ സൈക്ലോ കൺവേർട്ടർ ഈസ് ടിപ്പിക്കലി PWM ആണോ? അല്ല. ഫ്രീക്വൻസി മോഡുലേഷൻ ആണോ? അല്ല. ഹിസ്റ്റെറിസിസ് കൺട്രോൾ ആണോ? അല്ല. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഏതാണ്? ബാക്കി പിന്നെ ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. ഫേസ് ആംഗിൾ കൺട്രോൾ ആണ്. സൈക്ലോ കൺവേർട്ടർ യൂസ് ഫേസ് ആംഗിൾ കൺട്രോൾ ടു സിന്തസൈസ് ലോ ഫ്രീക്വൻസി ഈസ്. ഈ സൈക്ലോ കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പവർ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. സൈക്ലോ കൺവേർട്ടർ എന്ന് പറയുന്നത് ഒരു പവർ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. സോ പവർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. സോ അതുപോലെ തന്നെ എന്ത് പറഞ്ഞു? കൺട്രോൾ ടെക്നിക് യൂസ്ഡ് ഇൻ സൈക്ലോ കൺവേർട്ടർ ടിപ്പിക്കലി എന്താണ്? ഫേസ് ആംഗിൾ കൺട്രോൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇത് എന്താണ് ചെയ്യുന്നത്? സൈക്ലോ കൺവേർട്ടർ എന്താണ് ചെയ്യുന്നത്? AC അല്ലെ ലോവർ ഫ്രീക്വൻസി. സൈക്ലോ കൺവേർട്ടർ ഈസ് എ പവർ ഇലക്ട്രോണിക് ഡിവൈസ് that convert AC from one frequency to another typically with a lower output frequency എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. AC to AC converter as in the case of lower frequency ആണ് ഏത് സൈക്ലോ കൺവേർട്ടർ ചെയ്യുന്നത്. ഓക്കെ അല്ലെ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം 25ാമത്തെ ചോദ്യം. Which type of commutation is commonly used in line commutated cyclo converter എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ആണോ? നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ ആണോ? ലോഡ് കമ്മ്യൂട്ടേഷൻ ആണോ? സെൽഫ് കമ്മ്യൂട്ടേഷൻ ആണോ? ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ. സോ which type of commutation is commonly used in line commutated cyclo converter? ഈ ലൈൻ കമ്മ്യൂട്ടേറ്റഡ് സൈക്ലോ കൺവേർട്ടർ എന്ന് പറയുന്നില്ല, അതെന്താണ്? ഈ ലൈൻ കമ്മ്യൂട്ടേറ്റഡ് സൈക്ലോ കൺവേർട്ടർ എന്ന് പറയുന്നത് എന്താണത്? അതൊരു AC to AC കൺവേർട്ടർ ആണ് കേട്ടോ. ഈ ലൈൻ കമ്മ്യൂട്ടേറ്റഡ്
സൈക്ലോ കൺവേർട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു AC to AC കൺവേർഷൻ ആണ് അവിടെ നടക്കുന്നത്. സൈക്ലോ കൺവേർട്ടർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ. അപ്പോൾ a line commutator cyclo converter is a type of AC to AC converter that uses എന്താണ് യൂസ് ചെയ്യുന്നത്? thyristors to convert input power from one frequency to output power at a different lower frequency എന്നുള്ള കാര്യം മറക്കരുത്. So which type of commutation is commonly used in line commutator cyclo converter? The right answer is natural commutation ആണ്. Natural commutation is commonly used in line commutated cyclo converter. അടുത്ത ചോദ്യം 26ാമത്തെ ചോദ്യം. Cyclo converter input power factor is generally option A unity, option B leading, option C lagging, option D very low. The cyclo converter input power factor is generally എന്തായിരിക്കും മക്കളെ റൈറ്റ്? ഏതായിരിക്കും? ലോ ഫ്രീക്വൻസി ആയത് കാരണം തന്നെ വെരി ലോ അല്ലെ. ഡ്യൂ ടു ദ ഡിസ്കണ്ടിന്യൂസ് കറന്റ് ആൻഡ് ഫേസ് കൺട്രോൾ ഇൻപുട്ട് പവർ ഫാക്ടർ ഈസ് വെരി ലോ ഇൻ ദ കേസ് ഓഫ് സൈക്ലോ കൺവേർട്ടർ. അതായത് അപ്പൊ സൈക്ലോ കൺവേർട്ടറിന്റെ ഇൻപുട്ട് പവർ ഫാക്ടർ എന്ന് പറയുന്നത് ലോ ആയിരിക്കും, എസ്പെഷ്യലി അറ്റ് റെഡ്യൂസ്ഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അതെന്താണ് അത്ര ഹൈ ആവാറില്ല. അത് പവർ ഇലക്ട്രോണിക് കൺവേർട്ടേഴ്സിന് അത്ര ഹൈ ആവാറില്ല. എന്തിന്റെ കേസിൽ? സൈക്ലോ കൺവേർട്ടേഴ്സിന്റെ കേസിൽ കേട്ടോ. ദ പവർ ഫാക്ടർ ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഫയറിംഗ് ആംഗിൾ ഓഫ് ദ thyristors and the output frequency and tends to decrease as the output frequency or voltage is reduced according to some electronics. Okay അല്ലേ മക്കളെ? അപ്പോൾ എന്താണ് പറഞ്ഞത്? സൈക്ലോ കൺവേർട്ടർ ഇൻപുട്ട് പവർ ഫാക്ടർ ഇസ് ജനറലി വെരി ലോ. ഓക്കെ, അടുത്ത ചോദ്യം 27ാമത്തെ ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ് അല്ലെ. ദ IC7805 provides which output voltage എന്നുള്ളതാണ്. 12 വോൾട്ട് ആണോ? അല്ല. 9 വോൾട്ട് ആണോ? അല്ല. 15 വോൾട്ട് ആണോ? അല്ല. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 5 വോൾട്ട് ആണ്. എന്താണ് കാരണം? അതൊരു പോസിറ്റീവ് അല്ലെ, നമ്മൾ പറഞ്ഞു അതൊരു പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. അപ്പോ ഞാൻ ചോദിക്കട്ടെ, 7905 ആണെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യുന്നത് ഏതായിരിക്കും? നമ്മൾ പറഞ്ഞു 7805 ആണെങ്കിൽ പ്ലസ് 5 വോൾട്ട് ആണ്. 7905 ആണെങ്കിൽ അത് എത്രയായിരിക്കും മക്കളെ? അത് എന്താണ് റെഗുലേറ്റ് ചെയ്യുന്നത്? -5 ആണ്. കാര്യം എന്താണ്? ഈ 7905 എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ ഫാമിലി ആണ്. ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ചോദ്യങ്ങളൊക്കെ ഡിഫോൾട്ട് ആയിട്ട് ഇലക്ട്രോണിക്സിന്റെ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളാണ്. IC കൊടുത്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്നുള്ളത്. 7805 ആണെങ്കിൽ പ്ലസ് 5 വോൾട്ടും 7905 ആണെങ്കിൽ -5 വോൾട്ടും ആണ്. ഓക്കെ, അടുത്ത ചോദ്യം 28ാമത്തെ ചോദ്യം. ആൻഡ് LED ഹാസ് എ ഫോർവേഡ് വോൾട്ടേജ്. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? വോൾട്ടേജ് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? 2 വോൾട്ട് ആണ് തന്നിരിക്കുന്നത്. ഫോർവേഡ് കറന്റ് തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? 20 ആണ് തന്നിരിക്കുന്നത്. മില്ലി ആംപിയർ ആണ് കേട്ടോ, അത് വിട്ടുപോയത്. ഞാൻ ഇവിടെ എഴുതാൻ സ്ഥലമില്ലാത്ത കാരണം 20 × 10⁻³ റൈറ്റ്. അപ്പൊ എത്ര തന്നിട്ടുണ്ട്? വാട്ട് ഈസ് ദ പവർ കൺസ്യൂം ബൈ ദ LED? P ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. P എന്താണ്? P is equal to VI. പഠിച്ചിട്ടുണ്ട്. P is equal to VI എന്ന് പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. ആൻസർ എന്താണെന്ന് പറയൂ. എന്ത് കിട്ടി ആൻസർ? The right answer is option B, 2 × 0.02 which is equal to 0.04 is the right answer. കിട്ടിയില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം 29ാമത്തെ ചോദ്യമാണ്. എ ഫോട്ടോ ഡയോഡ് ജനറേറ്റ്സ് 50 മൈക്രോ ആംപിയർ ആണ്. അപ്പൊ ഫോട്ടോ കറന്റ്, അപ്പൊ ഫോട്ടോ ഡയോഡ് ജനറേറ്റ് 50 മൈക്രോ ആംപിയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഫോട്ടോ കറന്റ് I is equal to എത്ര കിട്ടിയിട്ടുണ്ട്? 50 മൈക്രോ ആംപിയർ ആണ്. അതിന്റെ അർത്ഥം എന്താണ്? 50 × 10⁻⁻6 ആംപിയർ ആണ് അല്ലെ. ഇനി അടുത്ത എന്താ തന്നിരിക്കുന്നത്? ലൈറ്റ് പവർ തന്നിട്ടുണ്ട്. കേട്ടോ. P is equal to എത്ര തന്നിരിക്കുന്നേ? ഇത് കുറച്ച് വലുതായി പോയി. ഈക്വൽ ടു എന്ന് മാറ്റോട്ടെ. ഓക്കെ, P is equal to എത്ര തന്നിരിക്കുന്നേ? 10 മൈക്രോ വാട്ട് തന്നിരിക്കുന്നത്. അപ്പൊ 10 × ഭാഗ്യം 2 മൈക്രോ ആയത് കാരണം നമ്മൾ രക്ഷപ്പെട്ടു. 10 × 10⁻⁻6 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് റെസ്പോൺസിവിറ്റി ആണ്. റെസ്പോൺസിവിറ്റിന്റെ ഇക്വേഷൻ I/P. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് കിട്ടിയതെന്ന് പറയൂ. The right answer is option A 5. Responsivity I/P which is equal to 50 × 10⁻⁻6 by 10 × 10⁻⁶. എത്ര കിട്ടി? 5 എന്ന ആൻസർ കിട്ടും അല്ലെ. എല്ലാം വെട്ടിപ്പോവും. ബാക്കി എത്രയാണ്? 50/10 that is equal to 5 right. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്താണ്? 30ാമത്തെ ചോദ്യം. A red LED emits light at 620 nanometer and what is the photon energy? Option A 1.8, option B 2.0, option C 2.5 electron volt, option D 3.1. The right answer is option B ആണ്. എന്താണ്? 2.0 eV is the
റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിലും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ യുവർ ടൈം, ബൈ.